ഇനി കട്ടൻ ചായ. അയ്യോ, എല്ലാരും അമ്പലത്തിലേക്ക് പോയോ? ഇനിയിപ്പോ ഈ കട്ടൻ ചായ ആർക്ക് കൊടുക്കും? ആ, എന്നാ ചൂടോടെ ഒരു കട്ടൻ ചായ കുടിച്ചോ. അയ്യോ, കൺഫ്യൂഷൻ ആയല്ലോ. ഇതെന്ത് പരിപാടിയാ ചേട്ടാ ഈ കാണിച്ചത്? ആ രസം ചായയിൽ ഒഴിക്കുമ്പോ നല്ല രസമായിരിക്കും കുടിക്കാൻ. എന്റെ ദൈവമേ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഇവിടുത്തെ സമുദായ സംഘടന നേതാവൊക്കെ തന്നെയാ. പക്ഷെ ഞാനും എന്റെ കെട്ടിയോനും കൂടെ ഈ കല്യാണം നടത്തുന്നത്. എന്റെ ആങ്ങളയുടെ മോടെ കല്യാണ പാചകം കൊളവാക്കരുത്. ഞാൻ പറഞ്ഞിട്ടാ നിങ്ങൾ ഇവിടെ പാചകത്തിന് വെച്ചത്. അതെനിക്കറിയാലോ. നാട്ടുകാരെ കൊണ്ട് പറയിക്കരുത്. ദൈവത്തെ ഓർത്ത് എന്നെ നാണം കെടുത്തരുത്. ഞാൻ ഏറ്റെടുത്ത ഏതെങ്കിലും കല്യാണം കുളമായിട്ടുണ്ടോ? ഈ കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കുന്നത്. അതെ, കൈ കൊണ്ട് നീട്ടിയേ. എന്തിനാ കൈ കൊണ്ട് നീട്ട്? ചൂട്. ഇതിന്റെ ടേസ്റ്റ് നോക്കി. എങ്ങനെയുണ്ട്? അടിപൊളി, അടിപൊളി, സൂപ്പർ അല്ലേ? ഉപ്പ് എങ്ങനെയുണ്ട്? ഉപ്പ് ഇച്ചിരി കുറവാ. പുളിയോ? പുളി ലേശം കുറവാ. എരിവോ? എരിച്ചു കൂടുതലാ. ഇതൊക്കെയാണ് ഇവരുടെ കുഴപ്പം. ആദ്യം അടിപൊളിയാണ്, സൂപ്പർ ആണെന്ന് പറയും. ലാസ്റ്റ് ഒരുമാതിരി ഈ റിയാലിറ്റി ഷോയിലെ ജഡ്ജിമാര് സംസാരിക്കരുത് കേട്ടോ. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. വേറൊന്നും കൊണ്ടല്ല, ഈ കല്യാണ പാചകം പൊളിഞ്ഞ എന്റെ കെട്ടിയോൻ എന്നെ ഊടുപാട് കള്ളും കുടിച്ചോണ്ട് വന്ന് ഇടിക്കും. അതെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ പോരെ, പുറത്തറിയേണ്ട ആവശ്യമില്ലല്ലോ. ആ കയ്യും കൊണ്ട് നീട്ട്. പഞ്ചാര അടിച്ചോണ്ടിരുന്ന നീ ഉപ്പ് എങ്ങനെ ഇടുന്ന? എന്താണ് ഇവിടെ പരിപാടി? എന്ത് പരിപാടി? ഞാൻ ഉപ്പ് നോക്കിയതാ കറിയില്ല. നിന്നെ ആരോടെ ഏൽപ്പിച്ച? നിങ്ങളുടെ അളിയൻ. അളിയൻ? അപ്പൊ കുടുംബക്കാരൊക്കെ ചേർന്ന് നിന്റെ ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നുണ്ടല്ലേ? എന്റെ മനുഷ്യ, നിങ്ങൾക്ക് എന്തിന്റെ കെടുതിയാ തുടങ്ങിയ സംശയം? ഏടി, കല്യാണത്തിന് മുമ്പ് നീ ഇവനുമായിട്ട് പഞ്ചാര അടിച്ചടന്ന് ഈ നാട്ടിലെ മുഴുവൻ പാട്ടാ. എന്തൊക്കെ വെളിവുകേടാണോ ഇയാൾ വിളിച്ച് പറയുന്നത്? വെളിവുകേട്? എടി, ഇതിനൊക്കെ തെളിവുണ്ടല്ലോ. എന്ത് തെളിവാ നിങ്ങളുടെ കയ്യിലുള്ളത്? തെളിവ് എന്താ ഉള്ളേന്നോ? എടി, ഇത് തന്നെ തെളിവ്. ഇങ്ങനെ നടക്കുന്നത്? ഇങ്ങനെ നടക്കണേന്നോ? വരാൻ പോകുന്ന എപ്പിസോഡിന്റെ പ്രമോ ആടിയത്. പ്രമോയോ? നിങ്ങൾ എന്നതാ പറയുന്നത്? നിനക്ക് കാണണം? കാണണം. എടാ തമ്പി, ഒന്നുമില്ല മക്കളെ. കണ്ടാടി അച്ഛനെന്ന് ആരടി വിളിച്ചേ? ആ കൊച്ചിന് വരെ അറിയാം ആരാണ് എന്താണ് സ്വന്തക്കാരൻ. മക്കളെ, നീ അകത്ത് വെക്കോ. ഇതൊന്നും കേട്ട് നീ നിൽക്കണ്ട. അവിടെ നിൽക്കാം. നിനക്ക് ഇനിയും സംശയമുണ്ടോ? നിനക്ക് ഇനിയും സംശയം ഉണ്ടെങ്കിൽ മാറിയതാ അങ്ങോട്ട്. രണ്ടുപേരും മാറിയതാ. ആദ്യം നീ നീക്ക്. ചെസ് നമ്പർ 1 നടന്നു വാ. ചെസ് നമ്പർ 2 come on. ഞാൻ പിന്നെ ആരാണ് ഈ കാര്യം വിശ്വസിക്കാത്തത്? എന്റെ മനുഷ്യ, നിങ്ങൾക്ക് കള്ളു കുടിക്കുമ്പോ അങ്ങനെ പല സംശയവും തോന്നുന്നു. ഞാൻ ആ കല്യാണത്തിന് പോലും പോകാതെ ഇവിടെ നിൽക്കുക. ഓരോ ജോലിയും കൊണ്ട് അറിയാമോ? ഇവിടെ തൊട്ടടുത്ത അമ്പലത്തിലെ കല്യാണം നടക്കണത്. നിനക്ക് നീ പോകത്തണ്ട. എന്റെ മനുഷ്യ, ഇവിടെ ഓരോരുത്തർ ഓരോന്ന് ചോദിച്ചാൽ എടുത്ത് കൊടുക്കണ്ടേ? ഓരോന്ന് ചോദിച്ചാൽ എടുത്ത് കൊടുക്കടി. ഇവിടെ പെണ്ണും ചെറുക്കനും കെട്ടിക്കാർ വരുമ്പോ ഓരോന്ന് ഒരുക്കി വെക്കാനാ ഞാൻ ഇവിടെ നിന്നത്. ആൾക്കാരൊക്കെ വരുന്നുണ്ട്, എന്നെ കൊണ്ട് അതും ഇത് പറയിക്കരുത്. മിണ്ടാതെ നിന്നോണം. ഇതൊന്നും ആയില്ല. ഇത് കല്യാണം നടക്കേണ്ട വീടാണോ ഇത്? ഫോട്ടോഗ്രാഫർ? കോട്ടയം ജാഫർ അല്ലെന്ന്, ഫോട്ടോഗ്രാഫർ. ആ ചേട്ടാ, 10-നും 10:30ക്കും ഇടയ്ക്കാണോ മുഹൂർത്തം? ഇപ്പൊ മുഹൂർത്തം കഴിയാറായി. നിങ്ങൾ ആ പെണ്ണിനെ വിളിച്ചിറക്കുന്നേ. മുഹൂർത്തം കഴിച്ചിട്ടില്ലടാ. നിനക്കുള്ള മുഹൂർത്തം ഞാൻ തരാം. എടാ, അമ്പലത്തിൽ ചെറുക്കനും പെണ്ണും കല്യാണം കഴിഞ്ഞ് ഇറങ്ങാറായടാ. അന്നേരം ഫോട്ടോഗ്രാഫർ. എന്റെ ദൈവമേ, അപ്പൊ ഫോട്ടോ എടുക്കണ്ടേ? ഇവനൊക്കെ എന്തിനു വന്നാണോ? കല്യാണം. എന്റെ ദൈവം, നിങ്ങൾ എന്നെ വിളിച്ചു പോവുന്നത്? എന്നെ കയ്യും പിടിച്ചോണ്ട് നിൽക്കുന്ന പൊക്കി പിടിച്ച്. എടി, ഞാൻ എവിടെയാണെങ്കിലും
എന്റെ കൊച്ചിനെ ഞാൻ അനുഗ്രഹിച്ചാണ്. എനിക്ക് ആ കല്യാണം പോലും ഒന്ന് കാണാൻ പറ്റിയില്ല. നിന്റെ കല്യാണം കാണാൻ നടക്കുന്നത് നീ കയറിപ്പോടി അവിടെ അതേക്ക്. താനിന്നെ തന്നാനെ തന തന താനിന്നെ തന്നാനേ. ജനലി കാണിച്ചേ. അളിയാൻ ചിന്തുപാട്ടിന്റെ സ്റ്റെപ്പ് വെച്ചാണ്. അല്ലെന്ന് കാല് നിറച്ച് മണ്ണ, ഞാൻ മണ്ണ് കുട്ടി കളഞ്ഞതല്ലേ. ഞാൻ വിചാരിച്ചു ഞാൻ ചിന്തുപാട്ടുകാരനായതുകൊണ്ട് അളിയൻ എന്നെ ഒന്ന് സൂചിപ്പിച്ചായിരിക്കും ഒന്ന്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പെണ്ണിന്റെ കെട്ട് കഴിഞ്ഞോളൂ അപ്പത്തേക്ക് അച്ഛൻ ഇങ്ങോട്ട് എഴുന്നള്ളി എന്തിനാ? ഞാനേ അവിടെ നിന്നിട്ട് എനിക്ക് അങ്ങ് സൂഹിക്കുന്നില്ല. സൂചിക്കാതെ ഇവിടെ ബൈനോക്കോളർ ഇരിപ്പുണ്ടോ? ബൈനോക്കോളറോ? ആ. എന്തിനാ ബൈനോക്കോളർ? എടാ അവൻ വന്ന് എന്റെ പെണ്ണിനെ താലി കെട്ടി. ആ താലി ഉണ്ടോന്നൊന്ന് നോക്കാനാ. ഈ നീളത്തിലുള്ള ചരടുണ്ട്. താലി ഇത്തിരി കോണം തരളി. ആ താലിയാണെന്ന് അറിയണ്ടേ? അതിനാണ് ബൈനോക്കോളർ എടുക്കാൻ വന്നേ. ഞാനൊരു കാര്യം പറയട്ടെ, രാവിലെ നീ അങ്ങോട്ട് പോയതല്ലേ, എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഒരു ഗണപതി ഹോമം കഴിച്ചു, ഒരു പുഷ്പാഞ്ജലിയും കഴിച്ചു. ആ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു അസുര രക്തപുഷ്പാഞ്ജലിയും കഴിക്കേണ്ട വരും. ഛേ അതല്ലെന്ന്. നീ ഇവിടെ നീ ഇങ്ങനെ ക്ഷീണിച്ച് നടന്നിട്ട് കാര്യം, നിന്റെ മുഖത്ത് എന്തോ ഒരു വാട്ടമുണ്ടല്ലോ. ഈ എന്റെ കൊച്ചിന്റെ ഭാവി പോയി, അത് പറഞ്ഞാൽ മതി. കൊച്ചിന്റെ ഭാവി പോയാ? പോയി. എന്ത് പോയെന്ന് നീ പറ. എന്താ കുഴപ്പം എന്താ? അത് ശരിയാവൂല അളിയ, അത് വിഷമായി. ഒരു കാര്യം ചെയ്യ് പ്ലീസ് അളിയ, പ്ലീസ്. അതല്ല അളിയ പ്ലീസ്. അളിയൻ നമ്മളിവിടെ നിൽക്കുമ്പോ നീ അങ്ങനെ വിഷമിച്ച് നിൽക്കാൻ പാടില്ല. അളിയ പ്ലീസ്. അളിയനാണ് പറഞ്ഞത്. അളിയ പ്ലീസ്. ഓക്കെ പ്ലീസ് അളിയ പ്ലീസ്. ഒരു പെക്ക്. അത് ശരി. ഇതല്ലേ നിന്നോട് ചോദിച്ചത്. വെള്ളം ചേർത്താണോ? വെള്ളമല്ല, ഒരു മനുഷ്യൻ കണ്ടുപിടിക്കുമല്ലോ. കൊച്ചപ്പനൊക്കെ കറങ്ങി നടപ്പുണ്ട്. കൊക്കോള ചേർത്തേക്കണേ. ആണോ? ആ അടിച്ചോ. എടാ നീ കൊളകൊളാന്ന് പറഞ്ഞേ. കൊള ചേർത്തല്ല, അപ്പൊ കൊളകൊളാന്ന് വെച്ചെന്നു. ഓഹോ, ഇപ്പൊ വിഷമച്ചിരി മാറിയില്ലേ? ഇപ്പൊ ഇച്ചിരി വിഷം മാറി. പിന്നെ ആ കെട്ട് നടക്കുമ്പോ ഞാൻ ഒരു ശ്രുതി കേട്ടു. അരെ ഇവനെ ടിക്ടോക്ക് കളിക്കാരനാന്ന്. ഇവനോ ചെറുക്കനോ? ടിക്ടോക്കിൽ എന്തോ ചെയ്യുന്നൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. നീ പതൊക്കെ പറഞ്ഞ നാട്ടുകാർ കേൾക്കും. ഇതൊക്കെ നീ അപ്പൊ അന്വേഷിച്ചില്ലായിരുന്നോ ചെറുക്കനെ കുറിച്ച്? അതെങ്ങനെ അന്വേഷിക്കും? ഇവിടെ ഇവനും തമ്മിൽ മൊബൈലിൽ കൂടെ പരിചയപ്പെട്ടല്ലേ. എടാ ഈ ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? എന്ത്? ഇപ്പോഴത്തെ പിള്ളേര് കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ ഉണ്ട്. നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞായിരുന്നു ഇതൊക്കെ. അറേഞ്ച്ഡ് ആയിട്ട് കാരണവന്മാരുടെ സാക്ഷ്യത്തിലായിരുന്നു നമ്മളൊക്കെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഈ ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്ക് നീ ഒന്നും പറയുന്നു വേണ്ട. ഈ മൊബൈൽ അറിയാ. ഈ മൊബൈലിൽ ഓരോന്ന് കണ്ടിട്ടാ ഈ ടിക്ടോക്കും ഇതൊക്കെ ഉണ്ടാവണം. അത് മാത്രല്ലെന്ന്, ചെറുക്കൻ കേറി വരുമ്പം മറ്റത് കൊടുക്കണ്ടേ, നമുക്ക് തുക കൊടുക്കണ്ടേ. അവന് 1.5 പെണ്ണും ആ ചോദിച്ചത്. നിന്റെ കയ്യിൽ പെണ്ണുണ്ടല്ലോ? എന്റെ പെണ്ണുണ്ടല്ലോ. പെണ്ണ് ഉണ്ട് 1.5. അത് അളിയേറ്റ് 1.5 അല്ല. അവൻ അത്ര ചോദിച്ചെങ്കിൽ ആ ഡിമാൻഡിന് 2 അങ്ങ് കൊടുക്കുക. ദൂർത്ത് കൂടണോ അളിയന്റെ? ദൂർത്തൊന്നും അല്ല, അവൻ നമ്മുടെ വീടിനെ കൊച്ചാക്കിയതാ. 2 കൊടുക്കും. അത് കൊടുക്കണ്ടെന്ന്. 2 കൊടുത്തിരിക്കും അവൻ. അത് കുഴപ്പമൊന്നുമില്ല. 1.5 കൊടുത്തിട്ട് അര ഇങ്ങോട്ട് തന്നാ മതി. അരെ ഞാൻ ക്യൂ നിന്ന് വെയിലത്ത് നിന്ന് മേടിച്ച സാധനം തരില്ലടാ. ആരെയല്ലെന്ന്. പിന്നെ നമ്മൾ 1.5 കൊടുക്കുന്നുണ്ടല്ലോ, അതിന്റെ കൂടെ ഒരു അരയോടെ കൊടുക്കുന്നുണ്ട്. ആ അര ഇങ്ങ് തരാനാ പറഞ്ഞത്. എടാ നമ്മുടെ പെണ്ണ് ഇനി അവനല്ലേ നോക്കണ്ടേ? അപ്പൊ ആ പെണ്ണിന്റെ കയ്യിൽ കൊടുത്ത് നമ്മൾ 50 കൂട്ടിൽ കൊടുത്തു. നോക്കിക്കോട്ടെ. ഇന്നത്തെ കാര്യം വലിയ ശോകമായി പോയിട്ടോ അളിയ. ഇന്നലെ രാത്രി ഇവിടെ കാണിച്ച പരിപാടിയൊക്കെ ഞാൻ അറിഞ്ഞു. അല്ല അവള് പറഞ്ഞ കേട്ട് ഞാൻ ഏതാണ്ട് കാണിച്ചത്. ഞാൻ എന്നടാ കാണിച്ചത്? ഇന്നലെ ഇവിടെ കരോക്കെ ഗാനം ഉണ്ടായിരുന്ന പിള്ളേരുടെ രാത്രി ഗാനമേള ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ എന്റെ കലാരൂപമായ ചിന്തുപാട്ടൊന്നും പാടി ഞാൻ സ്റ്റെപ്പ് വിട്ടു. അതല്ലാതെ ഞാൻ ഒരു തെറ്റും ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല. ആ സ്റ്റെപ്പ് ഒന്നിട്ടെ. അത് ഞാൻ സ്റ്റെപ്പ് ശേ അതൊന്നും അറിയണല്ലോ. ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം എല്ലാരും പറയുന്നത്. സംഭവം ഒന്നും പിടിക്കില്ല. ഇതുമായിട്ട് നടക്കാൻ തൊട്ട് വർഷം കുറേ ആയതാ. മനസ്സിലായേ? ഞാൻ ഈ സ്റ്റെപ്പ് ഇട്ടേല എന്താ പ്രശ്നം? ഈ സ്റ്റെപ്പ് ഇട്ടാന് കുഴപ്പമില്ല, അടിയിൽ ഒരു നിക്കർ ഇടായിരുന്നു അളിയ. അതാണ് ഇന്നലെ പ്രശ്നമായത്. നാറ്റ കേസായി കേട്ടോ. എല്ലാവരും അറിഞ്ഞോ? അതാണ് അവള് പറഞ്ഞേ. അയ്യോ അത് മോശമായിപ്പോയി. ഇത് കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കനും പെണ്ണും എത്തിയില്ലല്ലോ. ചെറുക്കനെ ഇതൊന്നും അറിയണ്ട, ചെറുക്കനൊന്നും അറിയണ്ട.
ഏതായാലും എന്റെ കൊച്ചിന്റെ ഭാവി പോയി. ഭാവി ചെറുക്കനും പെണ്ണും കെട്ടിക്കേറി വരുന്നുണ്ട്. അവരെ ഒന്ന് വിളിച്ച് വീട്ടിലോട്ട് കേട്ടട്ടെ. ഓ അതിന്റെ ആവശ്യമില്ലെന്നേ. അവനെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. ഷോ അങ്ങനെ പറയല്ലേ. ഈ ചെറുക്കൻ ആരാണെന്ന് അറിയാവോ? ആരാ? അയ്യോ വലിയ ടിക്ടോക്ക് കളിക്കാരനാ. അയ്യോ എല്ലാരും ഒരു 3-4 ലക്ഷം പേര് അവന്റെ ആരാധകരായിട്ടുണ്ട്. ഈ ഞാനൊക്കെ ആരാധകൻ എന്നെ ഫാനാണെന്ന് അറിയാവോ? ഇതിനൊക്കെ 3-4 ലക്ഷം പേര് ആരാധകരുണ്ടെന്നോ? പിന്നെ ആ വൃത്തികെട്ടവനോ വൃത്തികെട്ടവനോ? പക്ഷെ അങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ. ഒരു മാന്യനായ ഒരു കലാകാരനാണ് പുള്ളി. ഇവനാരെന്നറിയോ? ഇവനാണ് ഫോട്ടോഗ്രാഫർ. കെട്ടെടുക്കാൻ പോയതാ. അവന്റെ ക്യാമറ എവിടെ ഇരിക്കുക കെട്ടിക്കേറി. അപ്പൊ എന്റെ കൊച്ചിന് താലികെട്ട് നീ എടുത്തില്ലേ? അയ്യോ താലികെട്ടൊക്കെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ പിന്നെ ഫോണിലൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ചെന്നപ്പോ സമയം പോയി. എന്നാലും കുഴപ്പമില്ല. ഞാൻ ആ പീസ് ഞാൻ ഇതിൽ ആൽബത്തിൽ കയറ്റിയാ പോരെ? ആൽബത്തിൽ പീസ് ആൽബത്തിൽ കൊച്ചിന്റെ പീസ് നീ ആൽബത്തിൽ അയ്യോ ആ പീസ് അല്ലെന്ന്. അതായത് ഞാൻ അവിടെ നിന്ന് പിന്നെ അവരൊക്കെ ഒന്ന് മേടിച്ചിട്ട് ആൽബത്തിലേക്ക് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയറ്റി വെക്കാന്നായി പറഞ്ഞേ. ഇവ ഇത് മുഴുവൻ കട്ട് ചെയ്ത് കളയുന്ന എനിക്ക് തോന്നണേട്ടോ. ഒരു കാര്യം ചെയ്യും, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ഞാൻ അവിടെ എടുത്തില്ല. എന്തായാലും ആ കുറവ് ഞാൻ ഇവിടെ തീർത്തോളാം. ഞാൻ അപ്പൊ പറയുമ്പോ നിങ്ങൾ ഒന്ന് ചിരിച്ച് നിന്ന് തന്നേച്ചാ മതി. ചെറുക്കനും പെണ്ണും വരുന്നുണ്ട്. അവരെ ഒന്ന് വിളിച്ച് കയറ്റാനുള്ള ക്യാമറ എടുക്കുക. ക്യാമറ എടുക്കുക. ഹായ് 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 ഹായ്. നിങ്ങൾ ഓൺലൈനിൽ നിൽക്കൂ. ഞാൻ എന്റെ വധുവിന്റെ വീട്ടിലെത്തിയിട്ടുള്ളൂ. ഓൺലൈനിൽ നിൽക്കൂ. ചേട്ടാ നമസ്കാരം. ഹലോ പറയൂ. ഞാൻ ചേട്ടന്റെ വലിയൊരു ആരാധകനാണ്. എന്തോരം പേര് അങ്ങനെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ ആ ടിക്ടോക്ക് കളിയൊക്കെ ആണല്ലേ? മറ്റേ ആ പുത്തുമ്പി കുർലമ്മി അതൊക്കെ ഇഷ്ടം. ഇതന്നെ ഇതാണ് കല്യാണ വീട്. ചേട്ടൻ ഇനി ഇങ്ങനെയാണ് ഒരു കല്യാണ വീട് ഉണ്ടാക്കണത്. നമ്മൾ എന്തോരം പ്രതീക്ഷ വന്നാൽ എന്റെ ആരാധകർ മൊത്തം നോക്കിയിരിക്കുക. എന്റെ പെണ്ണിന്റെ വീട്ടിൽ ഇതുപോലെ വൃത്തികെട്ട രീതിയില്ല ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നാ നാണക്കേടാത്. ഇപ്പൊ എന്നാ പറ്റിയത്? പിന്നല്ല, ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോയപ്പോ അവിടെയൊക്കെ എന്നെ ആഘോഷം അറിയോ? ആണോ? അവിടെയൊക്കെ ചെല്ലുമ്പോ തന്നെ പന്തലൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല അലങ്കരിച്ച് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ട്. അല്ല ഇതൊരു സാധാരണപ്പെട്ട ഒരു പാവപ്പെട്ട ഇതല്ലേ? എനിക്ക് മനസ്സിലായി. കല്യാണക്കുറിയിൽ നിങ്ങൾ പ്രത്യേകം അടിച്ചേക്കാം. കൊറോണ ഉള്ളതുകൊണ്ട് മറ്റുള്ളവർക്ക് രോഗം ആൾക്കാരുണ്ട്. പന്തലിന്റെ ആഘോഷം വേണ്ടാന്ന് അല്ലേ? എനിക്ക് മനസ്സിലായി. എന്നാ മോനെ ഇവിടെ ഒരു അല്ല വിഷമമുണ്ടെന്ന് എങ്ങനെ നിങ്ങൾ പന്തലും ഒന്നും ഇടാതെ എന്നെ കെട്ടി ഇങ്ങനെ കൊണ്ടുവരുമ്പോ എനിക്കൊരു വിഷമമല്ലേ? എന്റെ ആരാധന കാണുമ്പോ മോശമല്ലേ? അതന്നെ എടാ അത് ഇന്നത്തെ നമുക്ക് അത് ആള് കൂടിയ പ്രശ്നമാണ്. രോഗം പടരും. അതുകൊണ്ടാണ് അതിനൊരു സെറ്റപ്പ് ആണത്. അതുകൊണ്ടാണ് നമ്മളൊന്നും കുഴപ്പമില്ല. ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. അതെ, സമുദായ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം, നമുക്ക് ചടങ്ങുകളുണ്ട്. നമ്മുടെ സമുദായത്തിന്റെ വക കുറച്ച് ചടങ്ങുകളുണ്ട്. അപ്പൊ ചെറുക്കനെ നമ്മുടെ കാല് കഴിച്ച കിണ്ടി എടുക്കാം. ഒരു കുറവേ ഇട്ടോ. കുറവേ ഇട്ടോ. സോപ്പ് വേണം. സോപ്പ് ക്യൂട്ടി ബ്യൂട്ടി സോപ്പ് ഉണ്ട്. എടുത്തോ. ഇപ്പൊ കിട്ടൂല. ഇതിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു ചാക്ക കൊണ്ട് തരുവര്. അങ്ങനെയാണോ? അപ്പൊ എന്നാ വെള്ളം തികഞ്ഞില്ല. ഒരു ബക്കറ്റ് വെള്ളം ഒരു കപ്പങ്ങട തട്ടെ. അല്ലെങ്കിൽ വന്ന് ഒരു ബക്കറ്റ് വെള്ളം ഒരു കപ്പങ്ങട തട്ടെ. വെള്ളം തികഞ്ഞില്ല. ഭാവി പോയി. അതല്ലെന്ന് അവന് ശരിക്കും മുട്ടുന്നുണ്ട്. ആണോ? ഹലോ ആണോ? പിന്നെ അതെ. അല്ല ഈ വീടിന്റെ ബാക്കിലോട്ട് എന്നാ ഓല വെച്ച് കെട്ടിയൊരു മറയുണ്ട്. 2 കല്ലുണ്ട്. അവിടെ പോയി ഇരുന്നാ മതി. അതെ. മാക്കാന്തവളയൊക്കെ ഉണ്ട്. പേടിപ്പിക്കില്ല കേട്ടോ. അത് കുഴപ്പമില്ല. ആചാരങ്ങളല്ലേ, നമ്മൾ തെറ്റിക്കേണ്ട കാര്യമില്ല. ഇവർ വീട്ടിൽ ഇങ്ങനെ അടിക്കും. അല്ല അപ്പൊ അവര് പറഞ്ഞില്ല, അവർക്ക് ഓരോരോ ചടങ്ങുകളുണ്ടെന്ന് പറഞ്ഞില്ല. വീണ്ടും പൊട്ടനാവല്ലടാ. അവര് കക്കൂസി പോകുന്ന കാര്യമാണ് മണ്ടാ പറഞ്ഞത്. കക്കുത്തി പോണ്ട. ഇല്ല അങ്ങനെയല്ലേ? അല്ല കക്കുത്തി പോണ്ട. എന്റെ വീടൊന്നും കണ്ടിട്ടില്ലല്ലോ ചേട്ടൻ. അവന്റെ മുഖത്തേക്കൊന്നും. അപ്പൊ നമ്മുടെ ചടങ്ങുകൾ തുടങ്ങണ്ടേ? അപ്പൊ ചെറുക്കന് മധുരം കൊടുക്കാം. ആദ്യം തന്നെ മധുരം കൊടുക്കാം. അയ്യോ അവന് മധുരം കൊടുക്കല്ലേ. അവനെ കണ്ടറിയ ഭീകര ഷുഗറാണ്. ഒരു 600 ഷുഗറെങ്കിലും ഉണ്ട് അവന്. ഇല്ലെന്ന് ഇവിടെ മധുരം കൊടുത്ത് ഇവിടെ കിടന്ന് ചത്തുപോയാൽ ഞാൻ സമാധാനം പറഞ്ഞു വരും. ചടങ്ങല്ലേ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. നീ ഒന്നും മിണ്ടാതിരി. ഞാൻ മുതിർന്ന ഒരാൾ ഞാൻ ഇപ്പല്ലേ ഞാൻ പറയാന്നേ. അവനൊരു ഷുഗറും ഇല്ലെന്ന്. ഞാൻ എന്നും പഞ്ചസാര കൊടുക്കുന്നേ. ഷുഗർ ഇല്ല. ഷുഗറാണോ? ഷുഗർ ഇല്ല. ഷുഗർ ഇല്ല എന്നുള്ളത് ഷുഗറാണോ? ഷുഗർ ഇല്ല എന്നുള്ള ഷുഗറാണ്. മധുരം കൊടുക്കും. മധുരം കൊടുക്കും. കൊടുക്ക്. ഇനി അച്ഛൻ ഞാനോ? അച്ഛൻ കൊടുക്കും. എന്റെ കൈ കൊണ്ട് മധുരം കൊടുത്തപ്പോൾ ചത്തങ്ങാനും പോയാ വാവുളി. ഓ എന്റെ കൊച്ചിന്റെ ഭാവി പോയി. അവന്റെ അണപ്പല്ലേ ഇരുന്ന് 2 പുഴു ഇതേ ഇങ്ങനെ കഞ്ചു കാണിക്കും. കുഴപ്പമില്ലാന്ന് പൊളിയടാ. വാ വെച്ച് തിന്നോട്ടെ. ഇനി അമ്മാവൻ ഞാൻ വേണോ? അമ്മാവൻ കൊടുക്കും. ഷുഗർ വന്ന് ചാവുക. അമ്മാവൻ കൊടുക്കും. എന്റെ കൊച്ചിന് ഞാൻ ആദ്യം അവരൊക്കെ കുറെ ഇച്ചിരി കൂടുതൽ തരാമോ? എന്റെ കൊച്ചിന് ആദ്യം ഞാൻ കൊടുക്കട്ടെ. അല്ലെങ്കിൽ ഫോൺ ബെല്ലടിക്കണോ? ചുമ്മാ നോക്കിയിരിക്കാതെ. ഹലോ ഉണ്ട്. അളിയങ്ങ് വന്നേ. അളിയാ അതെ
ആ പെട്രോമാക്സ് 3 എടുത്ത 2 പെട്രോമാക്സ് 2 എടുത്തേ, പക്ഷെ ഒരെണ്ണം കത്തണ്ടായില്ല. അത് പറയണമല്ലോ, അത് പറയണം. അത് പറയാൻ ആ ചെല്ലു ചെല്ലു. അതെ, 2 അല്ല 3, പക്ഷെ 1 കത്തിയില്ല. ഞാനേ അളിയാക്കി വന്നേ. സംഭവം എന്നാന്നറിയാവോ? അളിയനെ സംസാരിക്കും. ഹലോ, ഞാൻ അടുക്കളപ്പുറത്തിരുന്ന് എന്നാ ചാമ്പിട്ട് ഞാൻ കത്തിച്ചെന്നറിയോ? നിന്റെ കടയാൻ കത്തിക്കാൻ വന്നിട്ട്. മനസ്സിലായോ? അളിയൻ പറഞ്ഞു മനസ്സിലായോ? ഈ പൈസ ആയിരുന്നു അളിയാ, പൈസ ആയിരുന്നു അളിയനാണോ? അളിയനല്ലേ ഇത് എന്റെ കൊച്ചിന്റെ ഭാവി പോയി. അതെ, എന്താ ആക്രാന്താണ്? ചടങ്ങാന്ന് പറഞ്ഞിട്ട് മറ്റൊരു കൊടുപ്പിക്കാൻ വേണ്ടി. അതെ, നമുക്ക് ഇനി അടുത്ത ചടങ്ങുണ്ട് കേട്ടോ. ആ രജിസ്റ്ററിൽ ഒപ്പിടണം. എപ്പോ വന്നിട്ടാ? ഏത് രവി സാറ്? രവി സാർ വന്നിട്ട് ഒപ്പിടണം. രജിസ്റ്ററിൽ ഒപ്പിടണം. ഒപ്പ് നമ്മുടെ ബുക്കിൽ ഒപ്പിടണമെന്ന്. മോളൊന്ന് ഒപ്പിട്ടെ. എനിക്ക് എഴുതി തരുമല്ലേ? ഇല്ല, മോനും ഒപ്പിടണം കേട്ടോ. അല്ല, അന്നേരം ഇത് അത് തരും. ആ, മോൻ ഒപ്പിട്ടോ. ഇവിടെ 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 ഇവിടെ. അപ്പൊ എന്റെ ആയി ഇപ്പൊ ആദ്യരാത്രി എപ്പോഴാ? ഇതെന്താ ദിനേശ്വരിയുടെ പരസ്യോ? അവൻ തന്നെ ഇരിക്കുവാ. കമ്പി വരയ്ക്കുന്ന പടം പോലെയുണ്ട് മലയും സൂര്യനും. 2 മലക്കിടയ്ക്ക് ഒരു സൂര്യൻ. എന്റെ ഉപ്പ് കണ്ടിട്ടാണ് വേറെ തീർന്നില്ലായിരുന്നു. ഇനി പുഴയും വരയ്ക്കാനായി. പുഴയും വരയ്ക്കാനുണ്ട്. അല്ലല്ല, ഇത് വെട്ടിട്ട് വേറെ ഉപ്പിടാം. നല്ല ഉപ്പുണ്ട്. വെട്ടിട്ട് വേറെ ഒപ്പിടാം. എത്ര ഒപ്പിടാൻ? അല്ല, നല്ല ഉപ്പാറിന് ഇടാൻ വേണമെങ്കിൽ. എന്റെ പൊന്നു മോനെ, ഇത് ജീവിതം പോയി. സമയങ്ങളല്ലേ, വാ അമ്മാവൻ ഇവിടെ ഒന്ന് ഒപ്പിട്ടെ. എവിടെയാ? ആ, ഇട്. ഈ സാക്ഷിപത്രത്തിൽ ഇടമ്മാവാ. ഇതിലൊപ്പിടാൻ അങ്ങോട്ട് ഒപ്പിട്ട് കൊടു. ഇതിനെയൊക്കെ എഴുതി മേടിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് ഒപ്പിടിക്കണോടാ? അല്ല, ഒപ്പിട. ഇത് സാക്ഷിപത്രമാണ്. ഒന്ന് പറയൂ. ഇതെന്നാ ത്രിബിളക്സ് വരച്ചു വെച്ചോ? അങ്ങനെയായോ? കറക്റ്റാ. റമ്മു വരച്ചു വെച്ചോ? ഇനി അച്ഛൻ ഒപ്പിടുവാ. ഹലോ, സമയങ്ങളല്ലേ, വാ ലാഗടിക്കല്ലേ, വാ. പെട്ടെന്ന് ഒപ്പിട്ടെങ്കിൽ എഴുതി താട്ടെ. എനിക്ക് ആദ്യരാത്രി ഉള്ള ഡയറി ചെയ്തായിരുന്നു നീ? ഞാൻ മുടി ചെയ്തായിരുന്നു. അതെന്നെ ഒപ്പിടാത്തെ? ഒപ്പിട്ടാ നിങ്ങൾ ചിരിക്കും. അതെ, അപ്പൊ കഴിഞ്ഞു. ആ, നമ്മുടെ ഏകദേശം ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ആദ്യരാത്രി. അല്ലല്ല, ഇവനെന്നാ ഇത്? നമ്മുടെ ചെറുക്കനും പെണ്ണും നമ്മുടെ വീടിന്റെ അകത്തേക്ക് ഒന്ന് കേട്ടിണ്ടേ? ആ ചടങ്ങാണ് ഇനി. അല്ല, അതിനു മുമ്പ് കൊടുക്കൽ വാങ്ങൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും സംസാരിക്കാം. അത് നിങ്ങൾക്ക് സംസാരിക്കാം. കൊടുക്കൽ വാങ്ങൽ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ എടുക്കണം. 1.5 കൊടുക്കാന്ന് പറഞ്ഞല്ലോ. 1.5 കൊടുക്കാം. അത് 1.5 കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കും. അവന് 2 കൊടുക്കണേ. അതിപ്പോ തന്നെ അത് കൊടുത്തിട്ടുള്ള പരിപാടി. ഇപ്പൊ തന്നെ കൈയോടെ കൊടുക്കും ചെറുക്കൻ. ഇതെന്നെ 2000 രൂപ? ആ, അവൻ 1500 രൂപ 1.5 അവൻ പറഞ്ഞേ. അയ്യോ, 1.5 ലക്ഷം തന്നെ പറഞ്ഞത്. എന്നാ പറ്റി? 1.5 ലക്ഷോ? പിന്നല്ലേ എന്ത് വർത്താനാ പറഞ്ഞത്? പിന്നെ ആരോട് കൂട്ടി 2 ലക്ഷം രൂപ എന്നല്ലേ പറഞ്ഞേ? 2 മുറുക്കാൻ കടന്ന് 500 മേടിച്ച് ബാക്കി പെൻഷൻ കാശും ഈ 1500 2000. അവൻ 2.5 ലക്ഷം. അത് ഈ മാക്കാൻ പോലെയൊക്കെ ചേർക്കണോ? എന്ത് എല്ലാ പരിപാടി അവിടെ ഫോട്ടോ എടുക്കണ്ടേ? എന്റെ പോനിയേട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലായിരുന്നു. ഞാൻ പറയുമ്പോ നിങ്ങളൊന്നും ചിരിച്ചു നിന്നു എന്നൊക്കെ പറഞ്ഞല്ലേ? അവരെ ഫോട്ടോ എടുത്താൽ മതിയോ? അതിന്റെ കാര്യമല്ല പറഞ്ഞേ. ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ ആ ഫംഗ്ഷനകത്തുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. ഇവനെ ശരിയാവില്ല. ഇവനോട് ഓരോ കാര്യം പറഞ്ഞ് നമുക്ക് ഇവന്റെ ഒന്ന് ക്യാമറ വേണ്ട, നമുക്ക് ആൽബം വേണ്ടെന്ന് തന്നെ വെക്കാം. അപ്പത്തേക്ക് നിങ്ങൾ ഫാമിലി ഉണ്ടാക്കാനാണ് അവിടെ. നിങ്ങളാണെന്ന് ഓർത്ത് നിന്നതാ. എടാ ഉണ്ടമ്പൂരി, നിങ്ങൾക്ക് ഇന്ന് ഞാൻ അതെ, ഫോട്ടോ വേണ്ട. ഫോട്ടോ എടുക്കണ്ട, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ. അടുത്ത ചടങ്ങിലേക്ക് കിടക്കാം. നേരത്തെ പറഞ്ഞ പോലെ ചെറുക്കനും പെണ്ണും നമ്മുടെ വീട് കാണിക്കാം, വീട് കാണിക്കാം. അതെ, വീട് കയറി കാണും. വീട്ടിൽ പലതും കാണാനുണ്ട്. പിക്ചർ ടു പോയ TV, എലി മാന്തിയ ഒരു പെരക്കാകും. അതുപോലെ അടുപ്പത്തിരുന്ന് വീട് വലിക്കുന്ന ഒരു മുത്തശ്ശിയുണ്ട്. ഒക്കെ കാണാറുണ്ട് ഒത്തിരി. എല്ലാം കാണാനുള്ളതാ. വീട് ഞാൻ കണ്ടിട്ടില്ല ഇതിന്റെ. ചേട്ടൻ വാ, വീട് കാണാം. വീട് അല്ല, അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ഞാൻ കാര്യം പറട്ടെ. വന്നേ എടി, എൻ്റെ ആരാധകർ എല്ലാം വെയിറ്റിങ്ങാ. അപ്പം ഞാൻ പറയുമ്പോൾ നീ അതുപോലെ കരയണം. അവരെല്ലാം കെട്ടിപ്പിടിച്ച് കരയണം. നിനക്ക് ഭയങ്കര വിഷമമുള്ള പോലെ. അതിന് ഭയങ്കര ലൈക്കായിരിക്കും, മനസ്സിലായോ? അങ്ങനെ പറഞ്ഞാലേ ലൈക്ക് കിട്ടുള്ളൂ. നീ ശരിക്കും കരഞ്ഞോണം കേട്ടോ. ഇപ്പഴാ പറയാം. അതെ, അച്ഛനും അമ്മാവനും എല്ലാം കേൾക്കാൻ വേണ്ടി പറയുകയാണ്. എൻ്റെ ആരാധകരെല്ലാം നോക്കി നിൽക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഈ പെണ്ണിനെ ഇന്ന് ഞാനങ്ങ് സ്വന്തമാക്കി കൊണ്ടുപോവുകയാണ്.
ഇന്ന് മുതൽ ഇവിടെ എന്റെയാണ്, നിങ്ങൾ ആരും വിഷമിക്കരുത്. മതി. ഓക്കെ 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 ക്ലിയർ ആയി. ആ ക്ലിയർ. കണ്ടോ നീയും കൂടി ഇങ്ങനെ നീയും കൂടി കരഞ്ഞ എന്നെ ഓടോ തെമ്മാടി. എന്നടാ കാണിച്ചേ? എന്ത് വേണം ഞാൻ തെമ്മാടി എന്ന് വിളിച്ചാൽ എനിക്ക് ഇഷ്ടമല്ലോ. അളിയനാ കുളിയനാന്ന് ഞാൻ നോക്കി. ഇച്ചിരി സ്നേഹം കൂടി പോയി, അത്രേ ഉള്ളൂ. അതെ, ഒരു കാര്യം, ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നേക്കാണ്. നിങ്ങളുടെ മോളെ കെട്ടിയെല്ലാം ശരിയാണ്. അപ്പോൾ എൻ്റെ ആരാധകർ വെയിറ്റ് ചെയ്യാണ്. അവരെന്നോട് പറഞ്ഞത് എൻ്റെ പെർഫോമൻസ് എപ്പോഴും കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്കെല്ലാവർക്കും നമ്മുടെ എല്ലാവരും കൂടെ കൂടി പെർഫോമൻസ് കാണണം. എൻ്റെ 2,00,000 ആരാധകരുണ്ട്. അല്ല 3 കഴിഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആരാധകർ. അപ്പോൾ അവരുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവരെല്ലാം കാത്തിരിക്കുകയാണ്. എല്ലാവരും അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ. എന്നിട്ട് ഞാനൊരു വയ്ക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും വലത്തോട്ട് കാല് വെച്ച് സ്റ്റെപ്പ് വെക്കണം. ഇത് നമുക്ക് എൻ്റെ ആരാധകരെ സ്റ്റെപ്പാണോ, എൻ്റെ വൈഫിന്റെ വീട്ടുകാരെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ എൻ്റെ ടിക്ടോക്കാണ്. ടിക്ടോക്ക് ചെയ്യാൻ പോയി ഞാൻ. ടിക്ടോക്കാണിത്? ആ നിന്നെ കാണാൻ വേണ്ടിയത്? ആ എന്നെ കാണാം. ആദ്യമായിട്ട് ഞാനും ഇവിടെ കൂടി ഒരു ടിക്ടോക്ക് അങ്ങ് ചെയ്യുമോ കേട്ടോ? നിങ്ങളുടെ എല്ലാ അനുമതിയോടും കൂടി ഒരു ടിക്ടോക്ക് അങ്ങ് ചെയ്യുമോ? ഓക്കെ. ഡിസ്ലൈക്ക് വന്നെ നാണം കെട്ട പരിപാടി. എന്നാ നാണം കെട്ട തന്നെ ഞങ്ങൾ കാണിച്ചേ? ആരെ നാണക്കെട്ട് കാണിച്ചാലും കാണിച്ചില്ല. ഞങ്ങൾ അല്ല വൃത്തികെട്ട ഡാൻസ്, ഒരു താളവും ബോധവും ഇല്ലാത്തവൻ കിടന്ന് തേക്കൂത്ത് കാണിക്കുന്നു. അത് ഞാൻ കാണിച്ചില്ലല്ലോ സുഹൃത്തുക്കളെ. അമ്പാൾ സൂതനെ മുന്തൻ കുന്തി മോകാവനെ കുന്തി മോകാവനെ വന്നാടൻ ദേവനെ അടിദേവനെ. ഇയാളാണോ അമ്പാൾ സുന്ദ? ഈ ചെറ്റ തന്നെ, ഈ ചെറ്റ തന്നെ നശിച്ച വീട്ടിൽ നിന്നും നാണം കെട്ട ആൾക്കാരുടെ അടുത്ത് പെണ്ണ് കെട്ടിയ എന്തിനാ? അയ്യോ, എൻ്റെ ആരാധകർ, ഞാൻ ഇത്രയും നാളായിട്ട് ഉണ്ടാക്കിയെടുത്ത് എൻ്റെ ആരാധകർ പറഞ്ഞു കേട്ടോ, ഇതിൽ വരെ തൂങ്ങിച്ചത്തുകൂടെ ഇത്രയും നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കി. കലാകാരനോട് ഇങ്ങനെ കാണിക്കുന്ന ഒരു കാര്യം എന്തുമാത്രം ആരാധനയുള്ള ഒരു മനുഷ്യനാണ്. നീ കണ്ടോ വൃത്തികെട്ട ആൾക്കാരുടെ ഇനി ഞങ്ങൾക്ക് വേണ്ട. അമ്മാവന്റെ ഒരു കലാരൂപമാണോ ഇത് ചെയ്തത്? എന്നാ കലാരൂപം? എന്റെ ഒരേ ഒരു അമ്മാവനായത്. ചിന്തപാട്ടിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാ. ഞാൻ കളിച്ചോണ്ടിരുന്നപ്പോ എന്നെ ബോധം പോയിട്ട് ഞാൻ ഡോക്ടർ എന്നെ എടുത്തോണ്ട് പോയത് അറിയാമോ? ആണോ? അതിനാണോ ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞത്? ഈ ചെറ്റ ഫാമിലി, ദൈവമേ എന്തെല്ലാം എഴുതി വന്നേ. എന്റെ ആരാധകർ, നിങ്ങൾ എന്നെ കൈയൊഴിയരുത്. ഈ വൃത്തികെട്ട ഫാമിലിയായിട്ടുള്ള ബന്ധം ഞാൻ ഇന്നോട്ട് നിർത്താം. എന്നാലും എനിക്ക് എന്റെ ആരാധകരാണ് വലുത്. ഈ ചെറ്റ ഫാമിലിയായിട്ട് ഞാൻ ഇല്ല. ഞാൻ ഇവര് പേടിച്ചാലും എന്റെ ആരാധകർ എനിക്ക് വേണം. എന്റെ ആങ്ങളെ ഉരുകുന്ന കണ്ടോ നിങ്ങള്? ആങ്ങളെ എന്നെ മെഴുകുതിരിയാണ് കിടന്ന് ഉരുകാൻ. ഉരുകാനില്ല. പിന്നെ ഇവിടെ ഇവിടെ അമ്മാവനെ അവള് ന്യായീകരിക്കണം. ഞാൻ ന്യായീകരിക്കും. എന്റെ ഒരേ ഒരു അമ്മാവനാ. ഈ കല്യാണം നടത്തിയത് തന്നെ എന്റെ അമ്മാവനാ. നീ എന്ത് വർത്താനോടി പറയുന്നത്? നിന്റെ കഴുത്തി താലി കെട്ടിയതല്ലേ ആങ്ങളാ? ഇഞ്ചിവെത്ത് പോലെ അവന്റെ കാലിരിക്കണം. അങ്ങോട്ട് പിടിക്കാൻ പോലും. ദൈവമേ, പെങ്കൊച്ചിനെ അങ്ങോട്ട് കെട്ടിക്കാറ് കൊണ്ടുപോയിട്ട് പോലും ഇല്ല. അതിനു മുമ്പ് അവള് നാത്തോപ്പാരി തുടങ്ങിയത് കണ്ടാണ്. ഞാനൊരു കാര്യം ഞാനൊന്നും എന്താ അടിക്കണ തമ്പി. എടാ പൊണ്ണത്തടിയിലുണ്ടായവനെ, നിനക്ക് ഹോർലിക്സ് മുഴുവൻ മേടിച്ചു തന്നു ഇത്രയും വലുതാക്കിട്ട് നീ എന്നെ തല്ലിയടാ. ക്ഷമ പറ. കുഴപ്പമില്ല മക്കളെ. ഇത് കാട്ടാ. എടാ നീ ഈ ചെത്ത മാമലയായിട്ട് ഞാൻ ഇതിനൊരു ബന്ധമില്ല. നിന്റെ കഴുത്തെ കിടക്കാൻ ഞാൻ താലി മൂടി താട്ടി. അത് കെട്ടിയ താലിയോട് ബഹുമാനമുള്ള ഒരു പെണ്ണാണത്. ആണോടി? ബഹുമാനം കൊണ്ടൊന്നും അല്ല, ഇങ്ങേര് കെട്ടിയ താലി ഞാൻ തന്നെ പൊട്ടിച്ചു. നീ എന്ന താലി പൊട്ടിക്കൊടു. ഒരു ഫാമിലി ഫോട്ടോ. അയ്യോ, ഒരു ഫാമിലി ഫോട്ടോ കൂടി. ഞാൻ നിന്നില്ല. ഒന്ന് നിന്ന്. എല്ലാരും അടിച്ചു വരുന്നിട്ട് നീ എന്തോടാ ഹണിമൂൺ ആഘോഷിക്കുന്നോടാ? അല്ലല്ല, എടാ അടിച്ചു വീണപ്പോ ഈ പൊസിഷനിൽ ആയിപ്പോയതാ. ഹണിമൂണല്ല. കരിമാക്രി, ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിക്കൊള്ളാം. ഇപ്പൊ ഇറങ്ങിക്കൊള്ളാം. നിങ്ങളുടെ വീട്ടിൽ പൊറുക്കാൻ വേണ്ടി വന്നല്ല ഞാൻ. ഈ നശ വീടുള്ള ബന്ധം എനിക്ക് വേണ്ട.
പാടി വാഗെടുത്തോ. നിന്റെ ബാഗ് എടുത്തിട്ട് പോയി. എനിക്ക് എന്റെ ആരാധകരെ വലുത് അറിയോ? നിന്റെ താലി കൊണ്ടോളാ നീ. ഒരു വിലയില്ലാതെ മോള് വിഷമിക്കണം കേട്ടോ. നമുക്ക് നല്ലൊരു ചെറുക്കനെ നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കും. മോൾ ഒരു കാരണവശാലും വിഷമിക്കണ്ട. നല്ലൊരു മുഹൂർത്തം. എത്ര സീതനം കൊടുക്കും? ഞാൻ എന്റെ 3000 രൂപ തരും നിനക്ക്. 3000 രൂപയോ? അതെ, മോളുടെ കല്യാണം ഈ മാമൻ നിന്ന് നടത്തി തരും. അവളോട് പോകാൻ പറ. അവളോട് വേണ്ട വരടാ വെള്ളപ്പൊക്കത്തില്. ഹായ് ഫ്രണ്ട്സ്, ഹായ് ഫ്രണ്ട്സ്. അതെ, ഇപ്പോഴും വിശ്വസിക്കാത്തവരുണ്ട്. ഞാൻ കേട്ട ഈ നശിച്ച ഫാമിലിനെ ഉപേക്ഷിച്ച് എനിക്ക് എൻ്റെ ആരാധകരാണ് വലുത്. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണം. ഈ നശിച്ച ഫാമിലി ഒരിക്കൽ കൂടി കേട്ടോ. അടിയിടാ അവനെ.